അയോധ്യയിൽ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വിഗ്രഹപ്രതിഷ്ഠ നടന്നു. ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഉണ്ടായിരുന്ന മസ്ജിദിന് പകരം പുതിയ മസ്ജിദ് നിർമ്മിക്കണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വയ്ക്കുകയും അതിനായി സ്ഥലം അനുവദിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനായി ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ദിനാപൂർ ഗ്രാമത്തിലാണ് സ്ഥലം വിട്ടുകൊടുത്തത്. ആ സ്ഥലത്ത് നേരത്തെ തന്നെ ഉള്ള ഒരു ചെറിയ ദർഗയുണ്ട്. ആ ദർഗയോട് ചേർന്നുള്ള 5 ഏക്കർ സ്ഥലമാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേരിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മസ്ജിദിനായി ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഈ ശിലയിട്ട സ്ഥലത്ത് ഒരു കല്ല് പോലും അതിൻ്റെ മേൽ ഉയർന്നിട്ടില്ല. അതേപോലെ ഈ അനുവദിച്ച സ്ഥലം വേലിയിട്ട് തിരിച്ചിരിക്കുകയാണ്. അവിടെ കുട്ടികൾ കളിക്കാനാണ് ഇപ്പോൾ ഈ സ്ഥലം ഉപയോഗിക്കുന്നത്. പിന്നെ ആടുമാടുകൾ മേഞ്ഞു നടക്കുന്നു. അതല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പരിസരവാസികളായ മുസ്ലിം മതവിശ്വാസികൾ ആരോപിക്കുന്നത് ഈ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഓർഗനൈസേഷൻ ഭാരവാഹികളുടെ നിലപാട് തന്നെയാണ്. കാരണം ഇതിൻ്റെ ചെയർമാനായി സർക്കാർ നിശ്ചയിച്ച വ്യക്തി ഈ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ വരാറില്ല എന്ന് അവർ പരാതിപ്പെടുന്നു. എന്ന് മാത്രമല്ല, സ്ഥലം അനുവദിക്കുന്നതിലും നിർമ്മാണത്തിൻ്റെ ഡിസൈൻ അനുവദിക്കുന്നതിലും എല്ലാം നിരന്തരം തടസ്സങ്ങൾ വരികയും കേന്ദ്രത്തിലെയും ഉത്തർപ്രദേശിലെയും BJP സർക്കാരുകൾ ഈ മസ്ജിദ് ഉയരുന്നതിനോട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആദ്യം ഒരു ആധുനിക സൗകര്യങ്ങളോടെ മസ്ജിദിന് പരിസരത്ത് ഒരു ആശുപത്രി, സ്കൂൾ, ലൈബ്രറി എന്നിവയടക്കം നാട്ടുകാർക്ക് ഉപകാരപ്രദമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ഫണ്ട് സമാഹരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിനാൽ പദ്ധതി വെട്ടിച്ചുരുക്കുകയും ലളിതമായ രീതിയിലുള്ള ഒരു മസ്ജിദ് മാത്രമായി ചുരുക്കുകയും ചെയ്തു. എന്നാൽ അത് നിർമ്മിക്കാനുള്ള ഫണ്ട് പോലും സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. അതിന് പിന്നിൽ ഇതിൻ്റെ നിർമ്മാണ ചുമതലയുള്ളവരെ തന്നെയാണ് കുറ്റപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെയും പൂർണ്ണ പിന്തുണയോടെ രാമക്ഷേത്രം ഉയരുകയും അതേസമയം സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ച പ്രകാരം ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന് ഒരു നടപടികളും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും നേരെ വരുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ്. മതവിശ്വാസത്തെക്കാൾ ഉപരി ഒരു പരിഹാര പ്രക്രിയയോ അല്ലെങ്കിൽ ജനാധിപത്യത്തോടോ മതനിരപേക്ഷതയോടോ ഉള്ള ഒരു ഉത്തരവാദിത്വമോ നിർവഹിക്കാൻ പരമോന്നത നീതിപീഠം ചൂണ്ടിക്കാട്ടിയ പാതയിൽ സഞ്ചരിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല.